ഇസ്രായേലിൽ ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേൽ വിടാൻ താൽപ്പര്യമുള്ള ഭാരതീയരെ ഒഴിപ്പിക്കും. കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കൽ നടപ്പിലാക്കും. ടെലവീവിലെ ഇന്ത്യൻ എംബസിക്കാണ് ഏകോപന ചുമതല. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ആദ്യ സംഘം എത്തിക്കഴിഞ്ഞു. ഇനി ഏറ്റവും ഒടുവിലായി നമുക്ക് ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ ഇറാനിൽ നിന്നുള്ള സംഘത്തെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഒരു സംഘം ഇന്ന് പുലർച്ചെയോടെ എത്തിയത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ രക്ഷാദൗത്യം ഇസ്രയേലിലേക്ക് കൂടി നീട്ടുകയാണ്. ഓപ്പറേഷൻ സിന്ധു ഇസ്രയേലിലും ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു. ഇസ്രയേലിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കൽ നടക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിക്കായിരിക്കും ഇതിന്റെ ഏകോപന ചുമതലയെന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം അത് കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുകയാണ് വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും. ശരി ശ്രീകാന്ത്.